നമസ്കാരം. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മന്ത്രിസഭ അധികാരത്തിലിരുന്നപ്പോഴും ഏറെ ഉയർന്നു കേട്ടത് നിയമന വിവാദങ്ങളായിരുന്നു. സ്വന്തം പാർട്ടിക്കാരെയും ബന്ധുജനങ്ങളെയും അർദ്ധ സർക്കാർ സർവീസുകളിൽ തിരികെ കയറ്റുന്നത് ഇടതു സർക്കാരിന് ഒരു ശീലമായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി പ്രതിഷേധങ്ങളും സർക്കാരിന് നേരിടേണ്ടി വന്നു. അതുമാത്രമല്ല, യോഗ്യരായവരെ പോലും പുറത്തു നിർത്താനും അവരെ അനിശ്ചിതകാല സമരത്തിലേക്ക് തള്ളിവിടാനും കഴിഞ്ഞ എന്ന ക്രെഡിറ്റുമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത്. മുട്ടിലിഴഞ്ഞും ശയന പ്രദക്ഷിണം നടത്തിയുമൊക്കെ CPO ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളടക്കം പൊരിവെയിലും പ്രതിഷേധം നടത്തി. എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല. ഇപ്പോഴും അവരൊക്കെയും സമരത്തിൽ തന്നെയാണ്. ലിസ്റ്റുകൾ പലതും കാലാവധിക്ക് മുൻപ് തന്നെ ക്യാൻസലാകുകയും ചെയ്തു. ഇപ്പോഴിതാ പുതിയ നിയമന വിവാദവും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഇത്തവണ മത്സ്യഫെഡിൽ നടന്ന നിയമന അഴിമതിയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മത്സ്യഫെഡിൽ വരുന്ന ഒഴിവുകൾ യഥാസമയം PSCയിൽ റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലിക ജീവനക്കാരെ യൂണിയനിൽ നിന്ന് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2022 മത്സ്യഫെഡ് പ്രോജക്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ നടത്തിയത്. 37 വർഷത്തിന് ശേഷം മാത്രമാണ് മത്സ്യഫെഡിൽ ഇത്തരത്തിൽ പ്രൊജക്ട് മാനേജർ തസ്തികയിലേക്ക് ഒരു നിയമനത്തിനുള്ള നീക്കം നടക്കുന്നത്. 2020 നവംബറിലാണ് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അതുവരെ താൽക്കാലിക ജീവനക്കാരെയാണ് ഈ തസ്തികയിൽ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത്. അങ്ങനെ വന്നപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു. അവിടെയും രാഷ്ട്രീയം വലിയ പങ്കാണ് വഹിച്ചത്. അതിൻ്റെ ഫലമായി നിലവിലുണ്ടായിരുന്ന ഒഴിവ് പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യാതെ അതിൻ്റെ കണക്കിൽ കുറവ് കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തെ ചതി ഉദ്യോഗാർത്ഥികളോട് നടത്തിയത്. എങ്ങനെയെന്നാൽ ആകെ ഉണ്ടായിരുന്ന ഒഴിവുകളുടെ എണ്ണം 85 ആയിരുന്നു. ഈ 85ലും കരാർ ജീവനക്കാരായിരുന്നു ജോലി ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില വളരെ വേണ്ടപ്പെട്ട ആളുകളെ നിലനിർത്തേണ്ടത് ഇടതുപക്ഷ സംഘടനയുടെ ആവശ്യമായതിനാൽ അല്ലെങ്കിൽ മത്സ്യഫെഡിൻ്റെ ആവശ്യമായതിനാൽ 22 ഒഴിവുകൾ അതിൽ നിന്നും മാന്യമായി ഒഴിവാക്കി. അതിൽ വെറും 63 ഒഴിവുകൾ മാത്രമാണ് വിവിധ ജില്ലകളിലായി PSC റിപ്പോർട്ട് ചെയ്തത്. 22 പേരെ കരാർ ജീവനക്കാരെ നിലനിർത്തുകയും ചെയ്തു. മത്സ്യഫെഡ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന CITU സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ 22 പേരുടെ യോഗ്യത. ഇത് കണക്കിലെടുത്താണ് തുടക്കത്തിൽ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികളെ മത്സ്യഫെഡ് വഞ്ചിച്ചത്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും പരീക്ഷയിൽ പങ്കെടുത്തവരിൽ മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും രാഷ്ട്രീയ സ്വാധീനമോ മറ്റെന്തെങ്കിലും തരത്തിലുമുള്ള ആൾബലമോ ഒന്നും തന്നെ മത്സ്യഫെഡിൽ ഇല്ലായിരുന്നു. അതാണ് അവർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരീക്ഷ. ഒഴിവുകൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്യാനുള്ള സാമാന്യ മര്യാദ പോലും ഇവർ കാട്ടിയില്ല. തുടർന്നാണ് 2022 പരീക്ഷ നടത്തി ഒഴിവുകൾ നികത്തിയത്. 63 പേർക്ക് നിയമന ശുപാർശ നൽകിയെങ്കിലും അവരിൽ 61 പേർ മാത്രമാണ് ജോലിക്കായി പ്രവേശിച്ചത്. അവിടെയും 2 പേരുടെ കുറവ് ഉണ്ടായി. അതിൽ തന്നെ 8 പേർ മറ്റ് ജോലി നേടി പോയതിനെ തുടർന്ന് വീണ്ടും അവിടെ ഒഴിവ് വന്നിരുന്നു. എന്നാൽ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ മത്സ്യഫെഡ് വിമുഖത കാട്ടുകയായിരുന്നു. പകരം 24 എന്ന താൽക്കാലിക ജോലിക്കാർക്കൊപ്പം അതും ചേർത്ത് വെക്കുകയായിരുന്നു. അങ്ങനെ ആ 8 ഒഴിവുകളിൽ കൂടി സംഘടനയിൽ നിന്നുള്ളവരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടന്നത്, രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ മാത്രം. അങ്ങനെ മൊത്തം 32 ഒഴിവുകളിലേക്ക് 10 വർഷം കഴിഞ്ഞ താൽക്കാലിക ജീവനക്കാർ പ്രവേശിച്ചു. അതേസമയം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ വെറും നോക്കികുത്തികളായി മാറുകയായിരുന്നു. മത്സ്യഫെഡിന്റെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി. നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം. അതായത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വിടുതൽ നേടിയ 8 ഒഴിവുകളും ജോലിയിൽ പ്രവേശിക്കാതിരുന്നവരുടെ 2 ഒഴിവുകളും ഉൾപ്പെടെ 10 ഒഴിവുകൾ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. അതുമാത്രവുമല്ല, താൽക്കാലിക ജീവനക്കാരുടെ കരാർ നടപടികൾ റദ്ദു ചെയ്യാനും ഇവർ ആവശ്യമുന്നയിച്ചു. അതേസമയം ഇവരുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളാൻ മത്സ്യഫെഡിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എല്ലാം നഷ്ടപ്പെടുമെന്നായപ്പോൾ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. വ്യക്തമായ ഒരു മറുപടി നൽകാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. കേസ് നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവരെ സംബന്ധിച്ചിടത്തോളം കേസുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുമില്ല. നിയമനം നടത്തിയവരുടെ ലിസ്റ്റിൽ തന്നെ കരാർ ജീവനക്കാരുടെ എണ്ണവും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. പരീക്ഷ എഴുതി ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും അക്ഷരാർത്ഥത്തിൽ തന്നെ വഞ്ചിക്കുകയാണ് നിലവിലുള്ള സംവിധാനങ്ങൾ. എല്ലാ മേഖലയിലും അതിൻ്റെ പ്രതിഫലനമാണ് കണ്ടുവരുന്നത്.
ഇതിപ്പോൾ മത്സ്യഫെഡും ഉൾപ്പെട്ടു എന്ന് മാത്രം. കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഒരു പാർട്ടിക്കാരനും തൊഴിലില്ലാതെ നിൽക്കേണ്ടി വരില്ലല്ലോ.